വാട്സാപ്പിൽ ഇങ്ങനെ ഒരു ട്രിക്ക് വന്ന കാര്യം ഇതുവരെ നിങ്ങൾ അറിഞ്ഞു കാണില്ല. അതായത് വാട്സാപ്പിൽ നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അതും നമ്മളെ ബ്ലോക്ക് ചെയ്തവർ അറിയാതെ. ഇതെങ്ങനെയെന്നല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. പല ആളുകളും പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ മതി, കാരണം പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു മെസ്സേജ് അയച്ച് നോക്കിയാൽ മതി, അതിന് ബ്ലൂ ടിക്ക് വരില്ല, ഡബിൾ ടിക്ക് വരില്ല, ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതൊന്നും യൂസ്ഫുൾ അല്ല. കാരണം ഇതൊക്കെ ഡിസേബിൾ ചെയ്തിട്ട് വാട്സപ്പ് ഉപയോഗിക്കാനുള്ള സെറ്റിങ്സ് വാട്സപ്പ് നിലവിൽ നമുക്ക് നൽകി കഴിഞ്ഞു. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് ഒരു കിടിലം ഐറ്റമാണ്. നിങ്ങൾ കണ്ടു നോക്കുക, തെളിവ് സഹിതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരുടെ പ്രൊഫൈൽ നെയിമിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻക്രിപ്ഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈയിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇനി ആ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്താൽ എങ്ങനെയിരിക്കും? അതിനായിട്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ മൊബൈലിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഇപ്പുറത്തെ മൊബൈലിലുള്ള വ്യക്തിയെ ഞാൻ ബ്ലോക്ക് ചെയ്യാണ്. അവരെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ പ്രൊഫൈൽ നെയിമിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ബ്ലോക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ കാണുന്ന ബ്ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ആ വ്യക്തി ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് താഴെ കാണിക്കുന്നത്. നേരെ ബാക്ക് വന്നിട്ട് എൻക്രിപ്ഷൻ എന്ന ഭാഗം ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ വെരിഫൈ അനദർ വേ എന്നാണ് കാണിക്കുന്നത്. ഗ്രീൻ ടിക്ക് മാർക്ക് ഇല്ല, വെരിഫൈഡ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തി നമ്മളെ ബ്ലോക്ക് ചെയ്തെന്ന് അർത്ഥം. ഇനി അൺബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അൺബ്ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അൺബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് വീണ്ടും ഇവിടെ എൻക്രിപ്ഷൻ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, വെരിഫൈഡ് എന്ന് കാണിക്കുന്നുമുണ്ട്. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകുകയില്ല. ഞാൻ വീണ്ടും ബ്ലോക്ക് എന്ന ഭാഗം ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ബ്ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ബാക്ക് വന്ന് നോക്കാം. ബാക്ക് വന്നിട്ട് ഇവിടെ എൻക്രിപ്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, ഇവിടെ വെരിഫൈ നടക്കുന്നില്ല, ട്രൈ അനദർ വേ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ ഈ ട്രിക്കിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും, അവരറിയാതെ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി വാട്സാപ്പിൽ നമ്മളെ ആര് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരറിയാതെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.